30 60 100 മേടിയ വലിയൊരു വിലവേകിടാ. 30 60 100 മേടിയ വലിയൊരു വിലവേകിടാ. ആഴത്തിൽ ആഴത്തിൽ വേരൂന്നിടാ, ഉയരത്തിൽ ഫലമാർന്നിടാ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വഴിയരികെ നിന്ന ഇലയുള്ള ഒരു അത്തിവൃക്ഷത്തിൽ ഫലം തിരയുന്ന കർത്താവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാഗമാണ് മത്തായി 21:18 മുതലുള്ള വാക്യങ്ങൾ. ഫലം തിരഞ്ഞ കർത്താവിന് ഒന്നും തന്നെ ലഭിച്ചില്ല. ഉടനെ അവൻ പറഞ്ഞു, ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. മത്തായി 21:19. അത്തിയിൽ ഫലം കായ്ക്കാത്ത നാളിലാണ് യേശു അതിൽ ഫലം തിരഞ്ഞത്. ഫലം ഉണ്ടാകാത്ത കാലത്ത് ഫലം അന്വേഷിച്ചാൽ ഒരിക്കലും കിട്ടില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് അത്തിയെ ശപിച്ചത് ഒരിക്കലും ന്യായീകരിക്കുവാൻ കഴിയില്ല. അത്തിയിൽ പഴം തിരയുവാനുള്ള കാരണം അതിൽ ധാരാളം ഇല ഉണ്ടായിരുന്നു എന്നതാണ്. മർക്കോസ് 11:13. ഒരേ സമയം ഇലയും പഴവും ഉണ്ടായിരിക്കുക എന്നത് അത്തിവൃക്ഷത്തിൻ്റെ സവിശേഷതയാണ്. അതായത് ഇല ഉണ്ടെങ്കിൽ ഫലവും, ഫലമുണ്ടെങ്കിൽ ഇലയും ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ അത്തിയിൽ ഇല കണ്ടതുകൊണ്ടാണ് യേശു അതിൽ ഫലം തിരഞ്ഞത്. അത്തിയെ ശപിച്ചതിൽ കൂടി ചില പാഠങ്ങൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹോശേയ 9:10 ഇസ്രായേൽ ജനതയെ അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് അത്തി ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നു എന്ന് സാരം. അത്തിവൃക്ഷത്തെ ശപിച്ചതിൽ കൂടി ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. യഹൂദജനം ഇപ്പോൾ തളിർത്ത് നിൽക്കുകയാണ്. അവർക്ക് യാഗവും ആരാധനയും എല്ലാം ഇപ്പോഴുണ്ട്. എന്നാൽ അതെല്ലാം ബാഹ്യമായ പ്രകടനം മാത്രമായിരുന്നു. അവരിൽ നിന്ന് സൃഷ്ടിതാവായ ദൈവം ആഗ്രഹിച്ച വിധത്തിൽ ഉള്ള ഒരു നന്മയും ലഭിക്കുന്നില്ല. ഫലം നൽകാതെ പന്തലിച്ച് നിൽക്കുന്ന ഇവരോട് യേശു പറയുന്നത്, നിങ്ങൾ കപടഭക്തിക്കാരാ, നിങ്ങളുടെ ഭക്തി വെറും പ്രകടനം മാത്രമാണ്. ഫലം നൽകാതെയുള്ള തളിർപ്പ് കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കില്ല. പ്രയോജനമില്ലാത്തവയെയും ഫലം ഒന്നും നൽകാത്തവയെയും വെട്ടിക്കളയുവാനാണ് യജമാനൻ പറയുന്നത്. മത്തായി 7:19. വാസ്തവത്തിൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥയും ഇത് തന്നെയല്ലേ? നമ്മുടെ ക്രിസ്തീയ ജീവിതം തളിർത്ത് നിൽക്കുകയാണ്. ദേവാലയത്തിൽ ആരാധനയുണ്ട്, അതോടൊപ്പം ഓൺലൈൻ ആരാധനയുമുണ്ട്, കൂട്ടായ്മയും പ്രാർത്ഥനയുമുണ്ട്. സുവിശേഷ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേരുന്നുണ്ട്. എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സഭ പങ്കുചേരുകയും ചെയ്യുന്നു. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം അവന് ലഭിക്കുന്നുണ്ടോ? ഇല്ല. അനുഭവമില്ലാത്ത പ്രകടനം നടത്തുന്ന വിശ്വാസികളാണ് നാം. ഫലം കായ്ക്കുകയും അധിക ഫലം കായ്ക്കുകയും ചെയ്യുന്നവരായി നാം തീരണം. നമ്മിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്ന ഫലം എന്തൊക്കെയാണ്? ഗലാത്യർ 5:22-23 വാക്യങ്ങൾ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവും ഇല്ല എന്ന കർത്താവ് ഇവിടെ പറയുന്നത്. ഇവയ്ക്ക് പകരം നമ്മിൽ നിന്ന് പുറത്തു വരുന്ന ദുർനടപ്പ്, അശുദ്ധി, പക, പിണക്കം, ക്രോധം, ശാഠ്യം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, ഇവയൊക്കെയല്ലേ? കർത്താവ് പറയുന്നു, ഈ വക ഫലം പുറപ്പെടുവിക്കുന്നവർക്ക് ദൈവരാജ്യം ലഭിക്കില്ല. ഗലാത്യർ 5:21. പുറമേ നമുക്കെല്ലാം ഉണ്ട്, എന്നാൽ ജീവിതത്തിൽ ക്രിസ്തുവില്ല. ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതം നയിക്കുന്നവർ ഒരിക്കലും വിശ്വാസിയല്ല. പേരിൽ ക്രിസ്ത്യാനിയായിരിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് നാം വിശ്വാസിയാകുന്നത്. ഒരു പ്രയോജനവുമില്ലാതെ വളരുന്നവർക്ക് ഫലം കായ്ക്കാത്ത അത്തിവൃക്ഷത്തിൻ്റെ അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അത്തിവൃക്ഷത്തെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞ വേറൊരു ഉപമയാണ് ലൂക്കോസ് 13:6 മുതലുള്ള വാക്യങ്ങൾ. യജമാനൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അത്തിവൃക്ഷം നട്ടു പരിപാലിച്ചത്.
വളവും വെള്ളവും എല്ലാം തക്ക സമയത്ത് നൽകി. ഫലം കാത്തിരുന്ന യജമാനന് ഒന്നും തന്നെ ലഭിച്ചില്ല. യജമാൻ തോട്ടക്കാരനോട് പറയുക, അതിനെ വെട്ടിക്കളയുക. അത് നിലത്തെ നിഷ്ഫലമാക്കുന്ന എന്തിന്? 13:7. തോട്ടക്കാരൻ്റെ മധ്യസ്ഥത മൂലം നശിപ്പിക്കാതെ കുറച്ചു കാലം കൂടി നിർത്തുവാൻ യജമാനൻ അനുവദിച്ചു. എന്നാൽ ഒരു കാര്യം പറഞ്ഞു, മേലാൽ കായ്ച്ചില്ല എങ്കിൽ വെട്ടിക്കളഞ്ഞ മതിയാകും. തോട്ടക്കാരൻ അത്തിവൃക്ഷത്തെ ഏത് വിധത്തിൽ പരിപാലിച്ചുവോ അതേ വിധത്തിൽ കർത്താവ് നമ്മെയും പരിപാലിച്ച് വളർത്തിയിരിക്കുകയാണ്. കർത്താവിന് ഫലം നൽകാതിരുന്നതിനാൽ പിതാവായ ദൈവം നമ്മെയും വെട്ടിക്കളയുവാൻ തീരുമാനിച്ചു. എന്നാൽ വെട്ടിക്കളയാതിരിപ്പാൻ തക്കവണ്ണം യേശു കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തു. അതുകൊണ്ടാണ് നാം ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. നമുക്ക് സമയം നീട്ടി തന്നിരിക്കുകയാണ്. എന്നാൽ അധികകാലം സമയം നീട്ടിത്തരില്ല. ഫലം ലഭിക്കാതെ വന്നാൽ ഒടുക്കം വെട്ടിക്കളയുക തന്നെ ചെയ്യും. എന്തുകൊണ്ടെന്നാൽ പ്രയോജനരഹിതമായ ഒന്നിനും നിലനിൽക്കുവാൻ അവകാശമില്ല. ഇന്ന് തളിർത്തു നിൽക്കുന്ന നമ്മിൽ ഫലം തിരഞ്ഞാൽ യേശു കർത്താവിന് ഫലം കണ്ടെത്തുവാൻ കഴിയുമോ? കർത്താവേ, നിന്നിലും ധാരാളം നന്മകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്നിൽ നിന്ന് നിനക്കായി ഫലം കായ്പാൻ സഹായിക്കണമേ. ആമേൻ. ഉയരത്തിൽ ഫലമാർന്നിടാ 30 60 100 വേലിയ വലിയൊരു വിളവേകിടാ 30 60 100